So, good morning everyone and welcome to today's class. So, in the last class, we have discussed about the various types of bioelectric potentials and the commonly measured bioelectric potentials like action potential and the resting potential. And we have gone detailed about that. So, in this class, we are going to see the different bioelectric potentials. These all things you might be already knowing, and some of you might have already taken these graphs. So the different types of bioelectric potentials are: one is electrocardiogram. Namakariam electrocardiogram will be related to heart. Heartinde bioelectric potential measure ചെയ്യുന്നതാണ് electrocardiogram. Then electroencephalogram. എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് ആക്ടിവിറ്റി, നെർവ്സിന്റെ ആക്ടിവിറ്റി ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നെർവ്സിന്റെ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസഫലോഗ്രാം. ദെൻ ഇലക്ട്രോമയോഗ്രാം which is related to tissues and muscles. Electroretinogram which is related to eye. Electrooculogram which is again related to eye, and then electrogastrogram which is related to our digestive activity or stomach. So these all are the different bioelectric potentials measured. Okay, now we will be going to see in detail, but in this module we need a just basic idea about this. So first, coming to the electrocardiogram. Okay, we all know the bioelectric biopotentials generated by muscles of heart result in the electrocardiogram. അതായത് നമ്മുടെ ഹേർട്ടിൻ്റെ അയോണിക് പൊട്ടൻഷ്യൽസ് മെഷർ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഈ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇൻ ജർമ്മൻ വേർഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് EKG, electrocardiogram. The electrical activity of heart is recorded by electrocardiogram. അതായത് നമ്മുടെ ഈ ഒരു ഹാർട്ടിൻ്റെ അയോണിക് പൊട്ടൻഷ്യൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നു ആര്? ഈ ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, so this is the general picture of that, and the electrocardiogram graph will be like this. A PQRST complex you will be getting. PQRST complex like this. It will be varying its amplitude, and based on that amplitude variation we can find how our heart is working. Okay, so this is the generalized diagram of electrocardiogram, and we know that in our heart we will be having two atrias and two ventricles. അതായത് 4 ചേംബർ ഉണ്ട് നമ്മുടെ ഹാർട്ടിന്. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ പിക്ചർ. 4 ചേംബർ ഉണ്ട് ഹാർട്ടിന്. 2 ആട്രിയ, അതായത് അപ്പർ ചേംബർ, 2 അപ്പർ ചേംബർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇറ്റ് വിൽ ബി ആട്രിയ, ആൻഡ് താഴത്തിരിക്കുന്ന 2 ചേംബർ വിൽ ബി വെൻട്രിക്കിൾസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസ്. സോ ആട്രിയയിലുള്ള ഒരു നോഡാണ് SA നോഡ് അല്ലെങ്കിൽ സിനോ ആട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഈ സിനോ ആട്രിയൽ നോഡാണ് നമ്മുടെ ഈ ഹാർട്ടിന്റെ സിഗ്നൽസ്, അതായത് ഈ ബയോഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സിനോ ആർട്ടിയൽ നോഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് പേസ് മേക്കർ. അതായത് നമ്മുടെ ഹാർട്ടിന് പ്രവർത്തിക്കേണ്ട ആ സിഗ്നൽ അല്ലെങ്കിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി പ്രൊഡ്യൂസിങ് ബൈ ദിസ് സിനോ ആട്രിയൽ നോഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു PQRST കോംപ്ലക്സ് ആണ് ഈ ഇലക്ട്രോകാർഡിയോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ P wave corresponds to arterial depolarization of SA node. SA നോഡിന്റെ ആർട്രിയൽ ഡീപോളറൈസേഷൻ ആണ് ഈ P wave ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആർട്രിയൽ ഡീപോളറൈസേഷൻ മീൻസ് അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുകയാണ്. ഡീപോളറൈസേഷൻ മീൻസ് ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുകയാണ്. സോ ആഫ്റ്റർ ദാറ്റ് വി ആർ ഹാവിങ് എ QRS കോംപ്ലക്സ്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. അതായത് ആർട്ടറിയുടെ നേരെ താഴത്തുള്ള വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് ഈ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്.
വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെൻട്രിക്കിൾസിൽ ഉണ്ടാവുന്ന ആക്ഷൻ പൊട്ടൻഷ്യലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ് ഹിയർ, മീൻസ് നമുക്ക് ആദ്യം ഒരു ഡീപോളറൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ആർട്രിയൽ ഡീപോളറൈസേഷൻ ഉണ്ടായി, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കണം, ആർട്രിയൽ റീപോളറൈസേഷൻ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണം. ആ ആർട്രിയൽ റീപോളറൈസേഷൻ വിൽ ബി ടേക്കിംഗ് പ്ലേസ് ദിസ് ടൈം ഇറ്റ്സെൽഫ്, ബട്ട് ദാറ്റ് വിൽ ബി മാസ്ക്ഡ് ബൈ ദിസ് ലാർജർ QRX കോംപ്ലക്സ്. ഈ ലാർജർ QRX കോംപ്ലക്സ് കൊണ്ട് ആർട്രിയൽ റീപോളറൈസേഷൻ റെക്കോർഡ് വിൽ ബി മാസ്ക്ഡ്. അതായത് അപ്പോൾ നമുക്ക് ഈ വേവ് ഫോം എടുക്കുന്ന സമയത്ത് ആർട്രിയൽ റീപോളറൈസേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ആ സെയിം ടൈമിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കിൾസിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ സംഭവിക്കുന്നു. ആ ഒരു വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ സംഭവിക്കുന്ന സെയിം ടൈമിൽ തന്നെയാണ് ആർട്രിയൽ റീപോളറൈസേഷൻ സംഭവിക്കുന്നത്. അത് കാരണം എന്ത് സംഭവിക്കുന്നു, ദാറ്റ് ആർട്രിയൽ റീപോളറൈസേഷൻ വിൽ ബി മാസ്ക്ഡ് ഇൻ ദിസ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ QRX കോംപ്ലക്സ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഒരു T വേവ്. ദാറ്റ് T വേവ് കറസ്പോണ്ട്സ് ടു എ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. അതായത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ നടന്നു, അതിനുശേഷം എന്ത് സംഭവിക്കണം, വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ സംഭവിക്കണം. സോ ദിസ് T വേവ് കറസ്പോണ്ട്സ് ടു വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഓക്കെ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയാണ്, വെൻട്രിക്കിൾസ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, അതായത് നമ്മൾ വെൻട്രിക്കിൾസിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇറ്റ് വിൽ ബി എ സിസ്റ്റോൾ സ്റ്റേറ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാവ്സ് ടു കം ടു ഡയസ്റ്റോൾ സ്റ്റേറ്റ്. അതായത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും. ഓക്കെ, സോ ഈ PQRST കോംപ്ലക്സ് മനസ്സിലായല്ലോ. P എന്ന് പറയുന്നത് ആർട്രിയൽ ഡീപോളറൈസേഷൻ, ദെൻ QRS എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ആ സെയിം ടൈമിലായിരിക്കും ആർട്രിയൽ റീപോളറൈസേഷൻ നടക്കുക, പക്ഷേ അത് നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ ബി മാസ്ക്ഡ് ബൈ ദിസ് ലാർജർ QRX കോംപ്ലക്സ്. ആൻഡ് ദെൻ T മീൻസ് ദ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. അതിനുശേഷം എന്ത് സംഭവിക്കും, വീണ്ടും എന്ത് സംഭവിക്കും, ആർട്രിയൽ റീപോളറൈസേഷൻ. സോ ഇതാണ് ഒരു ഹാർട്ട് ബീറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ വേവ് ഫോം ആണ് ഈ PQRST കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, PQRST വേവ് ഫോം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഇലക്ട്രോകാർഡിയോഗ്രാം. നെക്സ്റ്റ് കമ്മിങ് ടു ഇലക്ട്രോഎൻസെഫലോഗ്രാം. ഇലക്ട്രോഎൻസെഫലോഗ്രാം ഓൾറെഡി ഞാൻ പറഞ്ഞു, ന്യൂറൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ്. അതായത് ദ റെക്കോർഡഡ് റെപ്രസെന്റേഷൻ ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബൈ neuronal activity of brain is called as electroencephalogram. Okay, the waveform varies greatly with the location of the measuring electrodes on the surface of the scalp. അതായത് നമ്മളെ തലയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് വെക്കാൻ പറ്റും, ഇലക്ട്രോഡ് വെച്ചാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ട്രാൻസ്ഡ്യൂസർ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അത് നമ്മുടെ തലയുടെ വേരിയസ് പോർഷൻസിൽ വെക്കുന്നതിനനുസരിച്ച് ഈ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് will be vary, and we will be getting outputs like different waveforms like gamma waveform, beta waveform, alpha waveform, theta waveform, delta waveform. And you can see here the amplitude and the pattern of these waveforms are different. Amplitude and the pattern of these waveforms are different. Okay, and you can see that if it is below 3.5 hertz frequency, അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന വേവ് ഫോമിന്റെ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് ഈസ് ബിലോ 3.5 ഹെർട്സ് ആണെങ്കിൽ നോർമലി ദാറ്റ് സിഗ്നൽ ടൈപ്പ് ഈസ് കോൾഡ് ആസ് ഡെൽറ്റ. ഓക്കെ, ഈ ലാസ്റ്റ് വേവ് ഫോം. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഹാപ്പനിങ് നോർമലി വെൻ വി ആർ ഹാവിങ് ഡീപ് സ്ലീപ്പ് വരുന്ന സമയത്ത് ഫ്രീക്വൻസി റേഞ്ച് വിൽ ബി ലെസ് ദാൻ 3.5 ഹെർട്സ് ആൻഡ് സിഗ്നൽ ടൈപ്പ് ഈസ് ഡെൽറ്റ. ആൻഡ് വെൻ frequency range is from 3.5 hertz to about 8 hertz will be falling asleep. Okay, ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വേവ് ഫോം ആണ് തീറ്റ വേവ് ഫോം ആണ് ആ സമയത്ത്, അതായത് ഫാളിങ് അസ്ലീപ്പ്, ജസ്റ്റ് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേവ് ഫോം ആണ് തീറ്റ. ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 3.5 hertz to 8 hertz. Okay, next one, a drowsy person means ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ടയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ
ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഫ്രീക്വൻസി റേഞ്ച് വിൽ ബി ഫ്രം 8 ഹെർട്സ് ടു 13 ഹെർട്സ്. സോ വിൽ ബി ഹാവിംഗ് ദാറ്റ് സിഗ്നൽ ടൈപ്പ് ആസ് ആൽഫ. യു ക്യാൻ സീ ഹിയർ ആൽഫ. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതായത് വിൽ ബി ഹാവിംഗ് the person will be a drowsy person and the frequency range will be from 8 hertz to 13 hertz and we will be getting waveform alpha waveform. Next one is പാരഡോസിയൽ സ്ലീപ്പ് ഓർ റാപ്പിഡ് ഐ മൂവ്മെന്റ്. അതായത് നമ്മൾ ഉറക്കത്തിൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഐ ഒക്കെ മീൻസ് ഉള്ളിൽ ഉറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ കണ്ണൊക്കെ റെറ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് വിൽ ബി എബവ് 13 ഹെർട്സ് and we will be getting graph as beta. We will be getting graph as beta. So this is different encephalogram data we will be getting. Okay, so this is about electroencephalogram. Now next one is electromyogram. Electromyogram namakariam, it is related to our tissue and muscle. The bioelectric potential associated with the muscle activity constitute electromyogram. It can be measured on surface of the body or by penetrating the skin using needle electrode. Needle electrode penetrate ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. EMG potential ranges between less than 50 microvolt to 30 millivolt. 50 microvolt to 30 millivolt ആയിരിക്കും അതിൻ്റെ റേഞ്ച്, ഡിപ്പെൻഡിങ് ഓൺ ദ മസിൽ അണ്ടർ ഒബ്സർവേഷൻ. ഏത് മസിലിൽ വെച്ചിട്ടാണ് നമ്മളത് പൊട്ടൻഷ്യൽ അളക്കുന്നത് എന്നുള്ള അനുസരിച്ചിട്ട് ഇറ്റ് വിൽ ബി വേരിങ് ഫ്രം 50 microvolt to 30 millivolt. Okay, next one is electroretinogram. Electroretinogram is a record of complex pattern of bioelectric potential obtained from retina of the eye. Means electroretinogram means bioelectric potential obtained from the retina of the eye. So this is usually a response to a visual stimulus. ഒരു കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റിമുലസിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇവിടെ ഇലക്ട്രോറെറ്റിനോഗ്രാം രേഖപ്പെടുത്തുന്നത്. ദ ടു കോമ്പണൻസ് ദാറ്റ് ആർ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ആർ എ ആൻഡ് ബി വേവ്സ്. ഇവിടെ എ ആൻഡ് ബി വേവ്സ് ഉണ്ടാവും. ഓക്കെ, എ വേവ് is large negative component followed by a B wave which is a corneal positive and usually larger in amplitude. ഒരു നെഗറ്റീവ് വേവ് ഉണ്ടാവും, അതുപോലെ ഒരു പോസിറ്റീവ് വേവ് ഉണ്ടാവും, എ വേവും ബി വേവും. ഓക്കെ, ആൻഡ് when light falls on photoreceptors, outside portion of photoreceptor becomes positive and inner part become negative. A wave reflects the potential of photoreceptors in outer retina. അതായത് ഈ എ വേവ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഫോട്ടോറിസെപ്റ്റർ ഇൻ ഔട്ടർ റെറ്റിന, റെറ്റിനയുടെ ഔട്ടർ സൈഡിലുള്ള പൊട്ടൻഷ്യലാണ് ഈ എ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ബി വേവ് റിഫ്ലക്ട്സ് ദ ഫങ്ഷൻ ഓഫ് ഇന്നർ ലെയേഴ്സ് ഓഫ് റെറ്റിന. റെറ്റിനയുടെ ഇന്നർ ലെയേഴ്സിനുള്ള പൊട്ടൻഷ്യലാണ് ഈ ബി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഇലക്ട്രോറെറ്റിനോഗ്രാം. Next coming to electrooculogram, the measurement of variation in corneal retinal potential. അതായത് നമ്മുടെ ഐയുടെ തന്നെ corneal retinal potential അളക്കുന്നതാണ് based on the eye movement അളക്കുന്നതാണ് ഈ electrooculogram. It will be depending on light. ലൈറ്റിനനുസരിച്ചിട്ട് it will be varying. Light adapted dark phase ഇങ്ങനെ വരും, bright light phase ഇങ്ങനെ വരും. Okay, so this is about electrooculogram. Next, electrogastrogram. Electrogastrogram means we all know it is related to our digestive activity or stomach. Electrogastrography is a non-invasive technique for recording gastric activity using cutaneous electrodes placed on the abdominal skin ഓവർ ദ സ്റ്റൊമക്ക്. അതായത് ഈ ക്യൂട്ടാനിയസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സ്, സ്കിന്നിന് തൊട്ട് താഴത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സ് ആണ് ക്യൂട്ടാനിയസ് ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഓൺ അബ്ഡോമിനൽ സ്കിൻ ഓവർ ദ സ്റ്റൊമക്ക്. സോ സ്റ്റൊമക്കിൻ്റെ ഈ ഇലക്ട്രോ പൊട്ടൻഷ്യൽ അതായത് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഇലക്ട്രോ പൊട്ടൻഷ്യൽ അളക്കുന്നതാണ് ഈ ഇലക്ട്രോഗാസ്ട്രോഗ്രാം. ദ സർഫേസ് റെക്കോർഡിംഗ് ഒബ്റ്റൈൻഡ് യൂസിങ് electrography is called electrogastrogram. The surface recording obtained using ആ ഒരു മീൻസ് എന്താ, നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ സർഫേസ് അല്ലെ അബ്ഡോമിനൽ സ്കിന്നിൻ്റെ സർഫേസിൽ വെച്ചിട്ട് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഇലക്ട്രോഗ്രാഫി is called as electrogastrogram and this is the waveform of that electrogastrogram. Okay, so now we have discussed the various types of bioelectric potentials.
Now we are going to electrode theory. Okay. To measure bioelectric potentials, a transducer is required. അതായത് നമ്മൾ പറഞ്ഞല്ലോ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയോണിക് പൊട്ടൻഷ്യലിനെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? വി വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് വിത്ത് ബൈ യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ. എ ട്രാൻസ്ഡ്യൂസർ ആ അയോണിക് പൊട്ടൻഷ്യലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ട പോലത്തെ ഡിഫറെൻറ്റ് ഗ്രാഫ്സ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. So electric signals produced by various body activities are used in monitoring or diagnosis. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ECG, EEG ഇതിലൊക്കെ നമുക്ക് കിട്ടുന്ന മോണിറ്ററിംഗ് സിഗ്നൽസ് വിൽ ബി യൂസിങ് ഫോർ ഡയഗ്നോസിസ്. അതായത് അതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഡയഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റും. Bioelectric biopotential electrodes carry out interface function between the body and the electronic measuring apparatus in order to measure and record potentials. അതായത് നമ്മുടെ ഈ biopotential electrodes it will be providing an interface function. അതായത് നമ്മുടെ ബോഡി സെൽസും അതുപോലെ ഈ മെഷറിംഗ് അപ്പാരറ്റസ് ഫൈനലി പുറത്തുള്ള ഈ മെഷറിംഗ് അപ്പാരറ്റസും ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെല്ലിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ അവർ ബോഡി. അതായത് ബോഡിയും പുറത്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് മെഷറിംഗ് അപ്പാരറ്റസും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ആര്? ഈ ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ്. ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്സ് ഇൻ മെഷറിംഗ് ആൻഡ് റെക്കോർഡിംഗ് പൊട്ടൻഷ്യൽ. അതായത് ഈ അയോണിക് പൊട്ടൻഷ്യൽ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും ഈ ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് സഹായിക്കുന്നു. As transducer consists of two electrodes which measure ionic potential difference between 2 points. അതായത് രണ്ട് പോയിന്റ്സ്, ഇപ്പോൾ സെല്ലിലുള്ള രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ there will be having ionic potential difference. So we will be using two electrodes. By using two electrodes we can accurately measure those ionic potential difference. So transducer consists of two electrodes which measure ionic potential difference between those 2 points. The designation of biopotential waveform ends with gram. അതായത് waveform എന്ന് പറയുന്നത് എപ്പോഴും ends with gram. waveform എന്ന് പറയുന്നത് always ends with gram. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആ waveform. Okay. The name of the instrument biopotential normally ends with graph. അതായത് പുറത്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലോ, ഇറ്റ് വിൽ ബി കോൾഡ് ആസ് ഗ്രാഫ്. അതായത് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണ് ആ പുറത്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്. ആൻഡ് ദ വേവ് ഫോം വിൽ ബി ഗെറ്റിംഗ് ഫ്രം ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോകാർഡിയോഗ്രാം. സോ അതാണ് ഗ്രാം, എന്താണ് ഗ്രാഫ്, രണ്ടും മനസ്സിലായല്ലോ. The designation of biopotential waveform ends with gram. Waveform will be ends with gram and the measuring apparatus will be ends with graph. Propagation of action potential through different body tissues produce final waveform recorded by the electrodes. അതായത് ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ പ്രൊപ്പഗേഷൻ അനുസരിച്ചിട്ട് ദിസ് ഗ്രാഫ് വിൽ ബി റെക്കോർഡിംഗ്. ഫൈനൽ waveform of the graph will be recording by the use of this electrodes. And electrical activity is explained by difference in ion concentration within the body. അതായത് നമ്മൾ പറഞ്ഞല്ലോ ബോഡിയുടെ ഉള്ളിൽ മേജർ അയോണിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അതായത് സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം ഇതൊക്കെയാണ് നമ്മുടെ മേജർ അയോൺസ് പ്രസന്റ് ഇൻ ദ സെൽസ് ഓഫ് ബോഡി. അപ്പം ഈ സെല്ലിൽ ഈ ഡിഫറെന്റ് അയോൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഡിഫറെന്റ് അയോൺസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിങ് എ അയോണിക് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. അതായത് രണ്ട് ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു അയോണിക് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവും. ആ അയോണിക് കോൺസെൻട്രേഷൻ ഡിഫറൻസ് അളക്കുമ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. So electrical activity is explained by difference in ion concentration within the body. A potential difference occurs between 2 points with different ionic concentration. അതായത് രണ്ട് different ionic concentration ഉണ്ടാകുന്ന സമയത്ത് definitely there will be having a potential difference or voltage occurring. Propagation of action potential through different body tissues produces final waveform recorded by electrodes. അതായത് action potential propagate ചെയ്യുന്നതിനനുസരിച്ച് this tissue from the tissues we will be getting
final waveform, and it is recorded by these electrodes. Now coming to the Nernst relation. What is Nernst relation? It can be shown that an electric potential E will exist between the solutions on either side of the membrane based upon the relative activity of the permeable ions in each of this solution. This relationship is known as Nernst relation. ഒന്നുമില്ല, അതായത് ഒരു സെൽ മെമ്പറൈൻ ഉണ്ട്. ആ ഒരു സെൽ മെമ്പറൈനിന്റെ രണ്ട് സൈഡിൽ വെച്ചിട്ട് നമുക്കൊരു ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുകയാണെങ്കിൽ that electric potential will be proportional to the ion concentration difference in that cell അല്ലെങ്കിൽ ആ ഒരു മെമ്പറൈൻ. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ will be directly proportional to the ionic concentration which is present in that cell or permeable membrane. Okay, അപ്പോൾ electric potential is directly proportional to the presence of ionic concentration in that permeable membrane or in that cell. അതാണ് Nernst relation എന്ന് പറയുന്നത്. It can be shown that an electric potential E will be exist between the solutions on either side of the membrane based upon the relative activity of permeable ions in each of this solution. അതായത് ഈ പെർമിയബിൾ മെമ്പറൈനിന് അപ്പുറം ഇപ്പുറമുള്ള അയൺസിനെ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അയൺസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വിൽ ബി ഗെറ്റിംഗ് ആൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഇ. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് Nernst റിലേഷൻ. അതായത് ഒരു സെൽ മെമ്പറൈൻ അപ്പുറം ഇപ്പുറമായിട്ട് ഡിഫറെന്റ് അയോണിക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ ഡിഫറെന്റ് അയോണിക് കോൺസെൻട്രേഷൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അത്രയേ ഉള്ളൂ. So, and the relationship between ionic concentration and electrode potential is given by Nernst equation. Okay, a relationship between ionic potential or activity and the electrode potential is given by Nernst equation. When no, ഇനിയിപ്പം എന്താണ് ഈ Nernst potential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when no electric current flows between an electrode and the solution of its ions or across an അയൺ പെർമിയബിൾ മെംബ്രെയിൻ, അതായത് ഒരു ഇലക്ട്രിക് കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് എ സൊല്യൂഷൻ ഓഫ് ഇസ് അയൺസ് ഓർ അക്രോസ് ആൻ അയൺ പെർമിയബിൾ മെംബ്രെയിൻ, ദ പൊട്ടൻഷ്യൽ ഒബ്സർവ്ഡ് ഷുഡ് ബി ദ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓർ Nernst പൊട്ടൻഷ്യൽ. അതായത് ആ സമയത്ത്, അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല ബിറ്റ്വീൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ അയണിക് പെർമിയബിൾ മെംബ്രെയിനിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒബ്സർവ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ either we will be calling as half cell potential or Nernst potential respectively. Okay, if however there is a current, അതായത് ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു കറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയോണിക് ഇംബാലൻസോ സംഭവിക്കുന്നതാണെങ്കിൽ this potential can be altered. അവിടെ ഒരു അയോണിക് ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു കറണ്ട് വരുന്ന സമയത്ത് this potential will be altered. Otherwise it will be called as half cell potential or Nernst potential. അതായത് when no electric current flows between ഇലക്ട്രോഡിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല and the solution of its ions, അതായത് അത് വെച്ചിരിക്കുന്ന solution of ions or across the ionic permeable membrane, അയൺ പെർമിയബിൾ മെമ്പറൈൻ, അതിന് അല്ലെങ്കിൽ അതിന് അക്രോസ് ഉള്ള അയൺ പെർമിയബിൾ മെമ്പറൈൻ അക്രോസും ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അന്നേരം ഒബ്സർവ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓർ Nernst പൊട്ടൻഷ്യൽ. ആൻഡ് ഇഫ് ദർ ഇസ് എ കറണ്ട് or ionic imbalance, this potential will be altered. And the expression for Nernst equation is given by E is equal to minus RT divided by NF natural logarithm C1 F1 divided by C2 F2, and these terms are given here. That R means universal gas constant 8.31 joule per mole K. Then T is the absolute temperature in Kelvin. N is the valence of electrode material, and F is the Faraday's constant. Okay, then C1 C2 concentration of ion on either side of the membrane, F1 F2 respective activity coefficients of ions on either side. So this is the Nernst relation. Okay, so next equivalent circuit for bioelectric electrode. This is the equivalent circuit for a biopotential electrode. So in this you can see here
this is the half cell potential, and then we will be having an impedance, that is one RD resistance and a capacitor CD, and then we are having a series resistance. So this is an equivalent circuit for a normal biopotential electrode. So here, where RD and CD are the components that represents the impedance associated with the electrode electrolyte interface and polarization at the interface. RD and CD will be the components that represent impedance associated with the electrode electrolyte interface. അതായത് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇൻ്റർഫേസ് തമ്മിലുള്ള ഇമ്പിഡൻസിനെയാണ് ഈ RD and CD റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, then RS is the series resistance associated with the electrode material. RS is the series resistance associated with this electrode material, and the battery EHC represent the half cell potential. EHC എന്ന് പറയുന്ന battery will be representing the half cell potential. So this is the equivalent circuit of bioelectric potential. Now polarizable and non-polarizable electrodes. എന്താണ് ഈ polarizable electrodes എന്ന് പറഞ്ഞാൽ? No charge across electrode electrolyte interface when a current is applied. അതായത് എക്സാമ്പിൾ പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണ്. അതായത് ഒരു കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് no charge across electrode electrolyte interface. അതായത് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിന് അക്രോസ് ഒരു ചാർജും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് വിൽ ബി റെപ്രസെന്റഡ് ബൈ എ കപ്പാസിറ്റർ, മീൻസ് ഇറ്റ് ക്യാൻ ബ്ലോക്ക്, അതായത് ചാർജ് പാസ് ചെയ്ത് പോകില്ല. നോർ ചാർജ് അക്രോസ് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ് വെൻ എ കറണ്ട് ഈസ് അപ്ലൈഡ്. കറണ്ട് അപ്ലൈ ചെയ്ത സമയത്ത് നോ ചാർജ് അക്രോസ് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ്. അതാണ് പോളറൈസബിൾ ഇലക്ട്രോഡ്സ്. Now coming to non-polarizable electrodes, when current passes freely across the electrode electrolyte interface. അതായത് കറണ്ട് അപ്ലൈ ചെയ്ത സമയത്ത് ചാർജ് രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീലി ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ AgCl, അതായത് സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്. ഓക്കെ, ഇവിടെ പോളറൈസബിൾ ഇലക്ട്രോൺ എക്സാമ്പിൾ പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ resistor, non-polarizable electrodes. Now this is the equivalent circuit for a bioelectric potential with the two electrodes. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിംഗിൾ ഇലക്ട്രോൺസിന്റെ equivalent circuit കണ്ടു. അതായത് ഒരു നൺസ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, പിന്നെ ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററും ഇമ്പിഡൻസ്, then a series resistance. സോ ഇലക്ട്രോഡ് എ ഇലക്ട്രോഡ് ബി, ഇവിടെയായിരിക്കും നമ്മുടെ ബോഡി സെല്ല് ഉണ്ടാവുക. ആ ബോഡി സെല്ലിൽ നിന്ന് ഈ രണ്ട് ഇലക്ട്രോഡ്സ് വെച്ച് അളന്നെടുത്തിട്ട് then we will be getting the cellular potential here. So this is the equivalent circuit for a bio potential with the two electrodes. Now different biopotential electrode we are going to see. So biopotential electrodes transduce ionic conduction to electronic concentration that biopotential signals can be obtained. അതായത് ഈ അയോണിക് കോൺസെൻട്രേഷനെ മറ്റേ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ട്രാൻസ്ഡ്യൂസിങ് ദാറ്റ് അയോണിക് കോൺസെൻട്രേഷൻ എന്നുള്ളത് ട്രാൻസ്ഡ്യൂസ് ചെയ്ത് ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുകയാണ് ഈ ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് ചെയ്യുന്നത്. ദേ ജനറലി കൺസിസ്റ്റ് ഓഫ് എ മെറ്റൽ കോണ്ടാക്ട്സ് പാക്കേജ്ഡ് സോ ദാറ്റ് they can be easily attached to the skin or other body tissue. അതിന്റെ ടിപ്പിൽ വരുന്നത് മോസ്റ്റ്ലി മെറ്റൽ ആയിരിക്കും. So it can be easily attached to skin or other body tissues. Then different classification of biopotential electrodes. One is micro electrodes, second one is skin surface electrodes, and third one is needle electrodes. അതായത് മൈക്രോ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിയർ ഓർ വിത്തിൻ എ സിംഗിൾ സെൽ. ഇറ്റ് ഈസ് classified into metal type and micropipette type. And skin surface electrode എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ECG EMG അതൊക്കെ, അതായത് സ്കിന്നിന്റെ സർഫേസിൽ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ECG EAG അതൊക്കെയാണ് സ്കിൻ സർഫേസ് ഇലക്ട്രോഡ്. ആൻഡ് തേർഡ് വൺ ഈസ് നീഡിൽ ഇലക്ട്രോഡ്സ് വിച്ച് വിൽ ബി പെനട്രേറ്റിംഗ് ദ സ്കിൻ ടു റെക്കോർഡ് EEG. അതായത് നീഡിൽ വെച്ച് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് അളന്നെടുക്കുന്നതാണ് ഈ നീഡിൽ ഇലക്ട്രോഡ്. ദെൻ സ്കിൻ സർഫേസ് ഇലക്ട്രോഡ് ആൻഡ് മൈക്രോ ഇലക്ട്രോഡ്സ്. Now microelectrodes, we are coming to microelectrodes. To measure potential across the cell membrane across ഉള്ള potential measure ചെയ്യുന്നതാണ് ഈ micro electrodes. ഒരു ചെറിയ, so it is smaller in size with respect to cell dimension അനുസരിച്ച് smaller in size ആയിരിക്കും. So it can avoid serious injury and doesn't change the cell's behavior. അതായത് ഈ ചെറുതായതുകൊണ്ട് it can avoid serious injury and it can't also change the cell's behavior. The tip diameter will be ranging from 0.5 to 10 micrometer and formed from solid metal needles
or metal inside the glass needle. അതായത് it is formed from a solid metal needle ആയിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസിനുള്ളിൽ ഒരു മെറ്റൽ വെച്ചിട്ടും ഫോം ചെയ്യാം. A glass micropipette having a lumen filled with electrolytic solution. Lumen means അതിന്റെ ചെറിയ opening. A glass micropipette will be having a lumen filled with electrolytic solution. അതായത് പിപ്പറ്റിനുള്ളിൽ it will be filled with a electrolytic solution. So these microelectrodes are of two types. One is metal and other one is micropipette. So first one we are coming to metal electrodes. Fine needle of strong metals. എന്തൊക്കെയായിരിക്കണം ആ metals? Either it can be stainless steel, platinum, iridium alloy, tungsten, compound tungsten carbide, etc. So it will be insulated with an appropriate insulator up to its strip. അതായത് സ്ട്രിപ്പ് വരെ അതിനെ ഇൻസുലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലൈറ്റിക് etching. അതിനുള്ളിലുള്ള ഈ പറഞ്ഞ ടിപ്പ് വിൽ ബി മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോലൈറ്റിക് ഇച്ചിങ് വഴിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഇലക്ട്രിക് കറണ്ട് എച്ചസ് ദ നീഡിൽസ് ആറ്റ് ഇസ് സ്ലോലി withdrawn from the electrolytic solution. The etched metal needle is then supported by a larger metallic shaft that is then insulated. അതായത് ഈ ടിപ്പിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു മെറ്റൽ ഷാഫ്റ്റ്, it will be insulated. So this is about metal electrodes. The tip will be a metal and it will be a strong metal like stainless steel, platinum, iridium alloy, tungsten, compound tungsten carbide, etc. Next one is micropipette electrodes. These all are simple topics. I am just moving forward fast. Micropipette electrodes prepared from glass capillaries. അതായത് ഗ്ലാസ് capillaries വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്ലാസ് micropipette with the tip drawn out of the desired size, usually about 1 micron, വളരെ സ്മോൾ ആയിട്ടുള്ള സംഭവമാണ് in diameter. The central region of a piece of capillary tubing is heated to a softening point. അതായത് അതിന്റെ സെൻട്രൽ റീജിയനിൽ it will be heated to a softening point. അതിനുശേഷം it is then rapidly stretched to produce the constriction and then broken apart at the constriction to produce a pipette structure. അതായത് ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനെ സോഫ്റ്റൻ ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പിപ്പറ്റ് സ്ട്രക്ചറിലേക്ക് അതിനെ മാറ്റിയെടുക്കും. ഓക്കെ, so you can see the tip side, it is looking like a pipette. Okay, pipette structure. Then after that inside it will be filled with an electrolyte solution, frequently that is KCl, potassium chloride എന്ന് പറഞ്ഞ electrolyte ആയിട്ട് frequently fill ചെയ്തുകൊണ്ടിരിക്കും inside. A cap containing a metal electrode is then sealed to the pipette. ഈ പിപ്പറ്റിന്റെ എൻഡിൽ ഒരു cap containing metal electrode will be sealed. Okay, this is the metal electrode and we'll be putting a cap here in the end, and here we'll be having the lead wires. So the second one, first one we have seen, it is skin surface electrodes, micro electrodes. It will be putting on the putting to measure the potential across the cell membrane. And the second one coming is the surface electrodes. These are placed in contact with the skin of the subject. അതായത് സ്കിന്നിന്റെ സബ്ജക്റ്റിൽ വെക്കുന്നത്, അതായത് ECG, EMG, ഇതൊക്കെ മയോഗ്രാമും ഇലക്ട്രോകാർഡിയോഗ്രാമും അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് സർഫേസ് ഇലക്ട്രോഡ്സ്. ഇറ്റ് ഈസ് ഓഫ് 4 types: immersion electrodes, suction type, metal plate electrodes and floating electrodes. So first one is immersion electrodes. Early stages immersion electrodes were used. A bucket of saline water, അതായത് ഒരു ബക്കറ്റിൽ സലൈൻ വാട്ടറിൽ നമ്മൾ വെച്ചിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ അളക്കുന്ന രീതിയാണ് immersion electrodes. It is a very old technique. Now it is not using. An improvement of immersion electrode is plate electrodes. Immersion electrode ഒരു improved version ആണ് plate electrodes എന്ന് പറയുന്നത്. Okay, now second one is suction type. It is a modified metal plate electrode that require no straps or adhesive. Means എന്താ സ്ട്രാപ്പും അഡ്ഹസീവ്സ് ഒന്നും ആവശ്യമില്ല. It is frequently used in chest lead. Chest leadലാണ് ഇത് മെയിൻ യൂസ് ചെയ്തിരിക്കുന്നത്. Consist of a hollow metallic cylinder electrode that makes contacts the skin at its base. അതായത് ഈ ഒരു കോണ്ടാക്ട് സർഫേസ്, അതായത് it will be hollow metallic cylinder, it will be placed in the chest leads. A lead wire attached to the metal cylinder. മെറ്റൽ സിലിണ്ടറിൽ ഒരു ലീഡ് വയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എ റബ്ബർ സക്ഷൻ ബൾബ് ഫിറ്റ്സ് ഓവർ ഇറ്റ്സ് അതർ ബേസ്. ഒരു റബ്ബർ സക്ഷൻ ബൾബ് വിൽ ബി ഫിറ്റഡ് ഹിയർ. ഇലക്ട്രോലൈറ്റ് ജെൽ ഈസ് പ്ലേസ്ഡ് ഓവർ ദ കോണ്ടാക്റ്റിംഗ് സർഫേസ്. ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ജെൽ വിൽ ബി പ്ലേസിംഗ് വെൻ സർഫേസ് ഈസ് കോണ്ടാക്ടിങ്. ദ ബൾബ് ഈസ് സ്ക്യൂസ്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ചെസ്റ്റ് വാൾ. ബൾബ് ഞെക്കിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വാളിൽ
വെക്കും. ആ സമയത്ത് എന്താ അത് സക്ഷൻ പ്രഷർ ഇതുള്ളത് കൊണ്ട് അതവിടെ ചേർന്ന് തന്നെ നിൽക്കും. നമുക്ക് വേറെ എക്സ്ട്രാ അഡസീവ്സോ സ്ട്രാപ്സ് ഒന്നും ഇവിടെ ആവശ്യമില്ല. സക്ഷൻ ആൻഡ് പ്രഷർ ഓഫ് ദിസ് കോണ്ടാക്ട് സർഫേസ് അഗൈൻസ്റ്റ് ദ സ്കിൻ ക്രിയേറ്റ്സ് ഇറിറ്റേഷൻ. അതായത് ഇവിടെയുള്ള സക്ഷനും പ്രഷറും ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് വരാം. So it is a disadvantage of that. Small contacting area with a large overall size. അതായത് it will be having a small contacting area but the size of the equipment is large. Okay, so this is suction type. Next, coming to metal plate electrodes. This is the one of the most frequently used form of biopotential sensing electrodes, that is metal plate electrodes. In its simplest form, it consists of a metallic conductor in contact with skin. അതായത് ഇതാണ് ഒരു മെറ്റൽ പ്ലേറ്റ് ഇലക്ട്രോഡ്. അതിൻ്റെ അടിഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെറ്റൽ ഡിസ്ക്. ഇവിടെ ഒരു അഡസീവ് ടാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ സെൻട്രലായിട്ട് വി വിൽ ബി ഹാവിങ് എൻ ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, സോ ഒരു മെറ്റാലിക് കണ്ടക്ടർ വിൽ ബി പുട്ടിംഗ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്കിൻ. An electrolyte soaked pad or gel is used to establish the main contact. ഈ ഇലക്ട്രോലൈറ്റ് soaked with pad or gel ഇതാണ് നമ്മൾ മെയിനായിട്ട് കോണ്ടാക്ട് മീൻസ് സ്കിന്നായിട്ട് കോണ്ടാക്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മളിത് മെഷർ ചെയ്ത് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തെടുക്കുന്നത്. സോ മെറ്റൽ പ്ലേറ്റ് ഇലക്ട്രോഡ്സ്. നൗ ദ ഫോർത്ത് വൺ ഈസ് ഫ്ലോട്ടിംഗ് ഇലക്ട്രോഡ്സ്. ഹിയർ conductive paste reduces the effect of electrode slippage and resulting motion artifact. അതായത് ഇവിടെ എന്താ നമ്മൾ ഒരു കണ്ടക്റ്റീവ് പേസ്റ്റ് ആണ് വെക്കുന്നത്. സോ by using that conductive paste we can reduce electrode slippage. ഇലക്ട്രോഡ് സ്ലിപ്പേജ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസും നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റും, reduce ചെയ്യാൻ പറ്റും. So conductive paste, here we will be using conductive paste. In practice the electrode is filled with an electrolyte gel. അതായത് ഇവിടെയുള്ള electrode inside that ഈ ഏരിയയിൽ will be filling with electrolyte gel and then attached to the skin surface by means of a double side adhesive tap. അതായത് ഡബിൾ സൈഡ് adhesive ടാപ്പ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന്റെ സർഫേസിൽ ഇത് പ്ലേസ് ചെയ്യും. The electrode element can be a disc made of metal such as silver coated with AgCl. അതായത് ഇലക്ട്രോഡ് മെറ്റൽ ഡിസ്ക് can be a metal made up of silver അല്ലെങ്കിൽ സിൽവർ കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് എലമെന്റ്സ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഫ്ലോട്ടിംഗ് ഇലക്ട്രോഡ്സ്. നൗ ദ തേർഡ് വൺ ഈസ് നീഡിൽ ഇലക്ട്രോഡ്സ്. ഓക്കെ, the third one is needle electrode. It can be unipolar electrodes, that is single wire inside. നീഡിനുള്ളിൽ ഒരു സിംഗിൾ വയർ ഉണ്ടാവും. ബൈപോളാർ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ 2 wires will be there inside the needle. Mostly used for contacting with the internal body tissue. Internal body tissue ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീഡിൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ്ഡ് ആർ ഇൻസുലേറ്റഡ് നീഡിൽ ഇലക്ട്രോഡ്സ്, കോയാക്സിൽ നീഡിൽ ഇലക്ട്രോഡ്, ബൈപോളാർ കോയാക്സിൽ ഇലക്ട്രോഡ്, ഫൈൻ വയർ ഇലക്ട്രോഡ്, കോയിൽഡ് ഫൈൻ ഇലക്ട്രോഡ് etc. So in that we are discussing about coaxial needle electrode. ഇതാണ് ഒരു coaxial needle electrode ന്റെ structure. A shielded percutaneous electrode consists of a small gauge. അതായത് ഇതിന്റെ ടിപ്പ് ഉള്ള ഡയമീറ്റർ will be a small gauge and percutaneous electrode. അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ സർഫേസിന്റെ ജസ്റ്റ് അടിയിലായിട്ട് ഇത് നീഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. So a shielded percutaneous electrode consists of a small gauge hypodermic needle. Small needle ആണ്, small diameter needle that has an insulated fine wire. അതായത് അതിന് ശേഷം ഒരു ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൈൻ വയർ ഉണ്ടാവും. ഓക്കെ, ഇൻസൈഡിൽ down the center of its lumen and filling the remainder. അതായത് ആ ഓപ്പണിങ്ങിന്റെ ഉള്ളിലോട്ടായിട്ട് ഒരു thin fine wire which will be insulated, and after that it will be filling with the remainder of the lumen with its insulating materials such as resin. അതായത് അതിനുശേഷം അതിന്റെ റിമൈനിങ് ഭാഗം will be filled with the insulating materials such as resin. The tip of the needle serves as active electrode. ഈ നീഡിലിന്റെ ടിപ്പ് will be serving as active electrode. The needle itself is connected to ground through a shield of a coaxial cable. അതായത് needle itself will be connected to ground by using a shield of a coaxial cable. So these all are about the different biopotential electrodes. Okay, these all are small topics. You have to just see the figure and just learn, that's all.
So that is why I made it little bit faster today. So if you have any doubt, please contact me. Okay, so by this I am winding up today's class. Hope you all understand. If any doubt, please contact me. Okay, so thank you.